നിർമ്മല സീതാരാമന്റെ സംസാരം കേട്ടാൽ വിശ്വസിക്കാൻ തോന്നും. ലാളിത്യം കണ്ടാൽ അഭിമാനം തോന്നും. വാക്കുകളിൽ കാര്യവിവരമുള്ള മന്ത്രിയുടെ ബോധ്യങ്ങൾ അനുഭവപ്പെടും. പെരുമാറ്റത്തിൽ ആകെ ഒരു കുലീനത്വം. താൻ പറയുന്നതെല്ലാം റെക്കോർഡ് ചെയ്ത് ജനങ്ങളെ കേൾപ്പിക്കാൻ അവർ മാധ്യമങ്ങളോട് ആത്മവിശ്വാസത്തോടെ അഭ്യർത്ഥിക്കുന്നു. താൻ പറയുന്നതെല്ലാം കണക്കുകളും കാര്യങ്ങളും സത്യസന്ധമെന്ന് അവർക്കെങ്കിലും ബോധ്യമുണ്ടെന്ന് വ്യക്തം. ഫോബ്സിൽ 2022 ലോകത്തിലെ 100 ശക്തരായ സ്ത്രീകളിൽ ഒരാളായി അവരെ തിരഞ്ഞെടുത്തതിൽ അത്ഭുതമില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അവരുടെ വാക്കും പ്രവൃത്തിയും എല്ലാം. കേന്ദ്ര സർക്കാരോ കേന്ദ്ര ധനകാര്യ വകുപ്പോ ഒരു സംസ്ഥാനത്തിനും കൊടുക്കുന്നത് തങ്ങളുടെ ഔദാര്യമല്ലെന്നും അതുകൊണ്ട് തങ്ങളുടെ പാർട്ടിക്കാർക്ക് മാനദണ്ഡമൊന്നും നോക്കാതെ ദുരിതാശ്വാസ നിധി പോലും കൊടുക്കുന്ന ധിക്കാരത്തോടെ കേന്ദ്ര സർക്കാരിന്റെ പണം ആർക്കും കൊടുക്കാനാവില്ലെന്നും അവർ വ്യക്തമാക്കുന്നു. കേന്ദ്രത്തിന് പണവിനിയോഗത്തിനുള്ള ചട്ടങ്ങൾ അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാനാവൂ. ചട്ടങ്ങൾ പാലിക്കാത്തവർക്ക് പണം കിട്ടില്ല. കാരണം അവർ കൊടുക്കുന്നത് നിർമ്മല സീതാരാമന്റെ പിതൃസ്വത്തല്ല, ഭാരതത്തിലെ നികുതിദായകന്റെ പണമാണ്. അത് ചട്ടങ്ങൾ പാലിച്ചേ വിതരണം ചെയ്യാനാവൂ, അവർ കൃത്യമായി പറഞ്ഞു. കേരളത്തിൽ നടക്കാത്ത എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും മുടങ്ങുന്ന എല്ലാ ക്ഷേമ പെൻഷനും എന്തിന് സർക്കാർ ജീവനക്കാർക്ക് നൽകേണ്ട ക്ഷാമബത്ത കുടിശ്ശികയ്ക്കും എല്ലാം കേരളം പറയുന്ന ഏക ന്യായീകരണമാണ് കേന്ദ്ര അവഗണന. കേരളത്തിന് നൽകേണ്ട സാമ്പത്തിക സഹായങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ വൈര്യ നിര്യാതാര ബുദ്ധിയോടെ പിടിച്ചുവെച്ച് കേരള സർക്കാരിനെ ശ്വാസം മുട്ടിക്കുകയാണെന്ന് കേരള സർക്കാർ പ്രചരിപ്പിക്കുന്നു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി സമരം ചെയ്യുവാനും സുപ്രീം കോടതിയെ സമീപിക്കുവാനുമെല്ലാം കേരളം പരിപാടിയിടുന്നു എന്നാണ് സർക്കാർ പ്രചരണം. ഈ പശ്ചാത്തലത്തിലാണ് നവംബർ 25-ന് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ വായ്പാ വ്യാപന മേള ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ തനിക്കറിയാവുന്ന സത്യങ്ങൾ വെളിപ്പെടുത്തി വ്യക്തതയോടെ സംസാരിച്ചത്. കേരളത്തിന് നൽകേണ്ട സാമ്പത്തിക സഹായങ്ങളിൽ 1 രൂപ പോലും പിടിച്ചുവെച്ചിട്ടില്ല, അവർ വ്യക്തമാക്കി. ഏതെങ്കിലും സഹായം കിട്ടാനുണ്ടെങ്കിൽ അതിന് വേണ്ട ചട്ടങ്ങൾ കേരളം പാലിക്കാത്തത് കൊണ്ടാണ്. ഇന്ത്യ സർക്കാരിന്റെ പണവിനിമയ ചട്ടങ്ങൾ കേന്ദ്ര ധനകാര്യ മന്ത്രിക്കും പാലിക്കാതിരിക്കുവാനാവില്ല, അവർ വിശദീകരിച്ചു. അങ്ങനെ ചെയ്താൽ AG എന്നെ പിടിക്കും, അവർ ഓർമ്മിപ്പിച്ചു. സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നതിന് കേരളം സുപ്രീം കോടതിയിൽ പോകുന്നതായുള്ള വാർത്തയോട് പ്രതികരിച്ച അവർ ധൈര്യത്തോടെ പറഞ്ഞു, അങ്ങനെ ഉണ്ടായാൽ സത്യങ്ങൾ പരസ്യമാകുവാൻ ഒരവസരം കൂടി കിട്ടും. വടി കൊടുത്ത് അടി മേടിക്കുന്നിടത്തെത്തും കാര്യങ്ങൾ എന്നവർ കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകുക കൂടിയായിരുന്നു. കേരളത്തിന് കിട്ടാനുള്ള 58,000 കോടി രൂപ കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന വാദത്തിന്റെ നട്ടെല്ല് ഒടിക്കുന്നതായിരുന്നു നിർമ്മലയുടെ കണക്കുകൾ. കേരളത്തിന്റെ പുതിയ കണക്കനുസരിച്ച് 5,350 കോടി രൂപ കേന്ദ്രത്തിൽ നിന്നും കിട്ടാനുണ്ട്. ഇത്രയും തുകയുടെ വ്യത്യാസം എങ്ങനെ വന്നു? അതെങ്കിലും നിർമ്മലയുടെ കണക്കിന്റെ നേട്ടമല്ലേ? UGC സഹായമായുള്ളത് 750 കോടി, നഗരവികസന ഗ്രാന്റ് 200 കോടി, ഗ്രാമവികസന ഗ്രാന്റ് 1,260 കോടി, നെല്ല് സംഭരണം 790 കോടി, ദുരിതാശ്വാസം 138 കോടി, ദുരന്ത നിവാരണം 69 കോടി, അടിസ്ഥാന സൗകര്യ വികസനം 1,925 കോടി, ആരോഗ്യ മേഖല 220 കോടി, ആകെ 5,352 കോടി രൂപ. ഇത് നിർമ്മല സീതാരാമന്റെ പത്രസമ്മേളനത്തിന് ശേഷം പുറത്തുവിട്ട കണക്കുകളാണ്. ആരും അവരെ പോലെ തന്റെ ഇടത്തോടെ കൃത്യമായ കണക്കുകൾ പറയുന്നില്ല. എന്നാൽ കേരളത്തോട് അന്യായം കാണിക്കുന്നതായി കേരളം പറഞ്ഞ 6 ഉദാഹരണങ്ങളെക്കുറിച്ചും അവർ സംസാരിച്ചു. സാമൂഹിക സുരക്ഷാ പെൻഷൻ ഇനത്തിൽ 1 പൈസ കേരളത്തിന് കൊടുക്കാനില്ല, അവർ പറഞ്ഞു. സീനിയർ സിറ്റിസൺസ് പെൻഷൻ ഇനത്തിൽ 1ാം ഗഡുവായി 602.14 കോടി രൂപ ഒക്ടോബർ 23-ന് കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. 2ാമത്തെ ഗഡുവിന്റെ കണക്കുകൾ കിട്ടാനുണ്ട്, അത് കിട്ടിയാൽ കൊടുക്കും, അവർ വ്യക്തമാക്കി. അപ്പോൾ കേരളം പറയുന്നു 64 ലക്ഷം പേർക്ക് കേരളത്തിൽ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതിൽ കേന്ദ്രം തരുന്നത് 6.8 ലക്ഷം പേർക്ക് മാത്രമാണ്. അത് കേരളത്തിന്റെ തീരുമാനമാണ്. അങ്ങനെ പല സംസ്ഥാനത്തും ഉണ്ട്. അവർക്കാർക്കും ആ പണം കേന്ദ്രം കൊടുക്കുന്നില്ല. കേരളം പണം കണ്ടെത്തണം. കേരളം പറയുന്ന കണക്കിലും വ്യത്യാസമുണ്ട്. ധനകാര്യ വകുപ്പിന്റേതായി പുറത്തുവന്ന വാർത്തകളിൽ 50 ലക്ഷത്തിൽ അധികം പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടെന്നും
അതിൽ 8.46 ലക്ഷം പേർക്കാണ് കേന്ദ്രം നാമമാത്ര സഹായം നൽകുന്നതെന്നും പറഞ്ഞു. സംസ്ഥാന ധനമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിലും ക്ഷേമ പെൻഷൻ കൊടുക്കുന്നവരുടെ സംഖ്യ 64 ലക്ഷമാണ്. അതിൽ 16.64% കേന്ദ്ര സഹായമുള്ളത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഡൽഹിയിൽ പോയി ബന്ധപ്പെട്ട മന്ത്രിമാരെ കണ്ട ശേഷമാണ് കുടിശ്ശിക കിട്ടിയതെന്നും കേരളം പറയുന്നു. എങ്കിൽ പിന്നെ എന്തിന് മന്ത്രിയുടെ റാങ്കിൽ ഒരു പഴയ കോൺഗ്രസ് നേതാവിനെ പിണറായി ഡൽഹിയിൽ നിയമിച്ചിരിക്കുന്നത്? രണ്ടാമതായി നിർമ്മല സീതാരാമൻ പറഞ്ഞത് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് 50 വർഷത്തേക്ക് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന പലിശരഹിത വായ്പയുടെ വിഷയമാണ്. COVID-19 തുടർന്ന് കേന്ദ്രം ഏർപ്പെടുത്തിയ പദ്ധതിയാണിത്. ഇതിലൂടെ കേരളത്തിന് കിട്ടേണ്ടത് 1925 കോടിയാണ്. എന്നാൽ പാർലമെന്റ് അംഗീകരിച്ച സ്കീമുകളുടെ പേരുകൾ മാറ്റിയാൽ സംസ്ഥാനങ്ങൾക്ക് ആ തുക കിട്ടില്ല. സംസ്ഥാനങ്ങളുടെ പദ്ധതികൾക്ക് ആ പണം കൊടുക്കാൻ AG സമ്മതിക്കില്ല. നിർമ്മല സീതാരാമൻ ചൂണ്ടിക്കാണിച്ചു. കേന്ദ്ര പദ്ധതികളുടെ പേര് മാറ്റിയാൽ സഹായം കൊടുക്കാനാവില്ല. ഇതിന് വിശദീകരണമായി കേരളം പറയുന്നത് ഈ പദ്ധതി മാത്രമല്ല മറ്റ് പദ്ധതികളിലെ വിഹിതവും കുറയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് കേരളം പറയുന്നു. ആ പദ്ധതികൾ ഏതെല്ലാമെന്നോ എത്ര തുകയെന്നോ വ്യക്തമാക്കുന്നില്ല. ഏതായാലും കേന്ദ്രം നിർദ്ദേശിച്ചത് നടപ്പാക്കുവാൻ കേരളം ഇപ്പോൾ തയ്യാറായി. കേന്ദ്രം ആവശ്യപ്പെട്ടതുപോലെ ലോഗോ വെക്കുന്ന പരിപാടി 75% പൂർത്തിയായി എന്നാണ് കേരളം പറയുന്നത്. എന്നാൽ ലൈഫ് വീടുകളിൽ PMAY എന്ന പേര് വെക്കുന്നത് ഉപഭോക്താവിന്റെ ആത്മാഭിമാന ലംഘനമാവും. അതുകൊണ്ട് ഭരണഘടനയുടെ 21ാം വകുപ്പിന്റെ ലംഘനവും ആണെന്ന് കാണിച്ച് മന്ത്രി MP രാജേഷ് കേന്ദ്രമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. അടുത്ത വലിയ സഹായം UGCയുടെ പുതിയ ശമ്പള നിരക്ക് നടപ്പാക്കുന്നതിന് ആദ്യത്തെ 3 വർഷത്തേക്ക് കേന്ദ്ര സഹായമായി കിട്ടുന്ന 750 കോടി രൂപയാണ്. 2016 മുതൽ 19 വരെയുള്ള അധിക ചെലവാണ് ഈ തുക. ഇത് കിട്ടുന്നതിനുള്ള വിവരങ്ങൾ സമർപ്പിക്കുന്നതിനുള്ള കാലപരിധി 2022 മാർച്ച് 31 വരെ ആയിരുന്നു. എന്നാൽ സമയത്ത് അപേക്ഷ കൊടുത്തില്ല എന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത്. 2021 അപേക്ഷ കൊടുത്തതായി കേരളം പറയുന്നു. കേരളത്തിലെ 10,000-ഓളം വരുന്ന അധ്യാപകർക്കുള്ള 1501.60 കോടി കൊടുക്കാം എന്ന് ചീഫ് സെക്രട്ടറി സമ്മതപത്രം കൊടുക്കുക മാത്രമാണ് ചെയ്തത്. ഈ പദ്ധതി നടപ്പാക്കിയാൽ 2019 വരെയുള്ള നഷ്ടപരിഹാരമായ 750 കോടി കേന്ദ്രത്തിൽ നിന്നും കിട്ടുമെന്നത് വാസ്തവമാണ്. എന്നാൽ 2019 മുതൽ വരുന്ന 250 കോടിയുടെ വാർഷിക അധിക ചെലവ് കേരളം താങ്ങണം. സംസ്ഥാന ജീവനക്കാരുടെ ക്ഷാമബത്ത പോലും കൊടുക്കുവാൻ പണമില്ലാതെ വലയുന്ന സർക്കാർ അതിന് പണം എങ്ങനെ കണ്ടെത്തും എന്ന ചോദ്യമുണ്ട്. 19 മുതൽ 23 വരെയുള്ള അധിക ചെലവും 1000 കോടിയോളം വരും. അതുകൊണ്ട് 750 കോടി കിട്ടിയാലും കേരളം കൂടുതൽ പ്രതിസന്ധിയിലാവുകയാവും ഫലം. ഇതിനിടെ ഈ തുക കേരള സർക്കാരിന് കൊടുക്കരുത്, അധ്യാപകർക്ക് നേരിട്ട് നൽകണം എന്ന ആവശ്യവുമായി ഒരു അധ്യാപക സംഘടന രംഗത്ത് വന്നിട്ടുണ്ട്. കേരളത്തിന് കൊടുത്താൽ തങ്ങളുടെ കയ്യിൽ പണം കിട്ടില്ലെന്നാവും അവരുടെ ഭയം. ആരോഗ്യ വകുപ്പിന് 137 കോടി കിട്ടാത്തതിന് കാരണം 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ സംസ്ഥാനം പാലിക്കാത്തതാണെന്ന് കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ നിബന്ധനകളും പാലിച്ചിട്ടും 220 കോടി കിട്ടാനുണ്ടെന്നാണ് കേരളം പറയുന്നത്. NHMൽ 185 കോടി കുടിശ്ശിക. ആരോഗ്യ മേഖലയിലെ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനാവുന്നില്ല. ദേശീയ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ കണക്ക് കൊടുത്തതനുസരിച്ച് 259.63 കോടി രൂപ ഒക്ടോബർ 5-ന് കൈമാറിയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. 2018-19 മുതൽ 2022-23 വരെയുള്ള കുടിശ്ശിക മുഴുവൻ നൽകിയതായാണ് അവർ പറയുന്നത്. എന്നാൽ 750 കോടി കേന്ദ്രം തരാനുണ്ടെന്ന് കേരളം പറയുന്നു. എന്നു മുതൽ എന്നുവരെയുള്ള തുക എന്ന് കൃത്യമായി സർക്കാർ പറയുന്നില്ല. അതുകൊണ്ട് കേരള സർക്കാരിന്റെ കണക്കിന് കേന്ദ്രമന്ത്രിയുടെ കണക്ക് പോലെ ഉറപ്പുവരുന്നില്ല വിശ്വാസ്യതയും. അടുത്തത് GST നഷ്ടപരിഹാര കുടിശ്ശികയാണ്. നികുതി കുടിശ്ശിക സംബന്ധിച്ച കണക്കുകൾ AG അംഗീകരിച്ച് കേന്ദ്രത്തിന് കൊടുക്കണം. അതുണ്ടായില്ല, കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ കണക്കുകളെല്ലാം AGക്ക് കൊടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പരിശോധിച്ച് കേരളത്തിന് നൽകിയിട്ടുണ്ട്. ഈ ഇനത്തിൽ കേരളത്തിന് കിട്ടാനുള്ളത് 45 കോടി മാത്രമാണ്. എന്നാൽ കേരളത്തിന് കിട്ടിവന്ന നഷ്ടപരിഹാരം തുടരണം എന്നാണ് കേരളത്തിന്റെ ആവശ്യം. ഇക്കാര്യത്തിൽ കേരളത്തിന് മാത്രമായി ഒരു തീരുമാനം കേന്ദ്രത്തിന് എടുക്കാനാവില്ല എന്ന വിഷയമുണ്ട്. 2009 മുതൽ 23-24 വരെ
ഏറ്റവും അധികം കേന്ദ്ര സഹായം കിട്ടിയ സംസ്ഥാനമാണ് കേരളം എന്ന് കേന്ദ്ര ധനമന്ത്രി പറയുന്നു. അതിന്റെ കണക്കുകൾ അവർ പറഞ്ഞതായി കണ്ടില്ല. കേന്ദ്രം കേരളത്തിനെന്നല്ല ഒരു സംസ്ഥാനത്തിനും തരുന്നത് ഔദാര്യമല്ല, അത് അവകാശമാണ്. ആ അവകാശത്തിന് അർഹമാക്കുന്ന വ്യവസ്ഥകളുണ്ട്. അത് പാലിക്കാതെ കിട്ടില്ല. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച തർക്കങ്ങൾ ഉന്നയിക്കേണ്ടത് ഇപ്പോഴല്ല, കമ്മീഷൻ തീരുമാനം എടുക്കുന്ന കാലത്താണ്. GST നഷ്ടപരിഹാരം കുറെ കാലം കൂടി ദീർഘിപ്പിക്കണം എന്നതുപോലുള്ള ആവശ്യങ്ങൾ പറഞ്ഞ് ന്യായീകരിച്ചു നേടാൻ കേരളത്തിനാവുന്നില്ല എന്ന ദുസ്ഥിതിയുണ്ട്. വായ്പയുടെ പരിധി, സ്വഭാവം എന്നിവകളെല്ലാം സംബന്ധിച്ചും കേന്ദ്ര ധനകാര്യ വകുപ്പിന് ദേശീയ അളവുകോലുകളുണ്ട്. അത് മാറ്റണം എന്ന് പറയാൻ കേരളത്തിന് അവകാശമുണ്ട്. പക്ഷേ കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യതയുമുണ്ട്. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിൽ ഇത്രയും വാർത്താ പ്രാധാന്യം നേടുന്നത് രണ്ടാം തവണയാണ്. ഓഖി ദുരന്തകാലത്തായിരുന്നു ആദ്യം. അന്ന് കേരളത്തിലെത്തിയ അവർ ജനങ്ങളുടെ മനം കവർന്നാണ് മടങ്ങിയത്. കേരളത്തിലെ മുഖ്യമന്ത്രി അവഗണിച്ചു എന്ന് തോന്നിയ തീരദേശവാസികളെ അവർ അന്ന് കയ്യിലെടുത്തു. കടലിൽ കാണാതായ അവസാനത്തെ ഇന്ത്യക്കാരനെയും കിട്ടുന്നതുവരെ ഇന്ത്യൻ സൈന്യം വിശ്രമിക്കില്ലെന്ന് അക്കാലത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന നിർമ്മല സീതാരാമൻ തീരദേശവാസികൾക്ക് കൊടുത്ത ഉറപ്പും സൈന്യം നടത്തിയ ഇടപെടലും തീരദേശത്തിന് മറക്കാനാവുന്നതല്ല. മധുരയിൽ നിന്നുള്ള അയ്യങ്കാർ സമുദായാംഗമായ നിർമ്മല മലയാള വാക്കുകൾ ഇടകലർത്തിയ തമിഴിലാണ് അന്ന് ജനങ്ങളോട് സംസാരിച്ചത്. ഇക്കുറി വന്നപ്പോഴും കൊച്ചിയിൽ നിന്നും വന്ദേ ഭാരത് തീവണ്ടിയിൽ ഒരു സാധാരണക്കാരിയായി യാത്ര ചെയ്ത് അവർ വിസ്മയിപ്പിച്ചു എന്നാണ് പത്രങ്ങളിൽ കണ്ടത്. കറുത്ത പൂച്ചകളുടെയും കറുത്ത കാറുകളുടെയും അകമ്പടിയില്ലാതെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങാത്ത മുഖ്യമന്ത്രിയെ ഓർത്ത് ഭയപ്പെടുന്നവർക്ക് സാധാരണക്കാരിയെ പോലുള്ള അവരുടെ പെരുമാറ്റം ഹൃദയം കവരുന്നതായി. ഒരു ഉമ്മൻചാണ്ടി സ്റ്റൈലിൽ അവർ തീവണ്ടിയിൽ വെച്ച് പലരുമായി ഫോട്ടോ എടുക്കുവാൻ സമ്മതിച്ചു. പലരും അവർക്കൊപ്പമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ മകളുടെ വിവാഹവും അതുപോലെയായിരുന്നു. 10ൽ താഴെ വീട്ടുകാർ മാത്രം പങ്കെടുത്ത ചടങ്ങ്. പ്രധാനമന്ത്രിയോ മന്ത്രിമാരോ ആരും ഉണ്ടായിരുന്നില്ലത്രേ എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. രാജ്ഭവൻ കളികളുടെ കേന്ദ്രമാകുന്നത് നാടാടെയല്ല. കോൺഗ്രസ് ഭരണകാലത്തും കേരളത്തിലെ പല ഗവർണർമാരും വല്ലാത്ത കളി കളിച്ചിട്ടുണ്ട്. കേന്ദ്രം കളിച്ച അത്തരമൊരു കളിയുടെ കൂടെ ഭാഗമായിരുന്നല്ലോ 1959 EMS മന്ത്രിസഭയുടെ ഡിസ്മിസൽ. പിന്നീട് വന്ന ഗവർണർമാരിൽ VV ഗിരി കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ടിട്ടുണ്ട്. റാം ദുലരി സിൻഹയും മുഖ്യമന്ത്രി നായനാരുമായും രൂക്ഷമായി ഏറ്റുമുട്ടിയിട്ടുണ്ട്. എന്നാൽ കേരള ചരിത്രത്തിൽ ആദ്യമായി 7 ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടുകൊണ്ട് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചരിത്രം കുറിച്ചു. രാജ്ഭവൻ അനാവശ്യമായി ബില്ലുകൾ പിടിച്ചുവെക്കുന്നതിനെതിരെ കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ നിലപാട് എടുത്തത്. ഓരോന്നിനോടുമുള്ള തന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിയാണ് അദ്ദേഹം അവ രാഷ്ട്രപതിക്ക് അയച്ചത്. കുപ്രസിദ്ധങ്ങളായ ബില്ലുകളാണ് അവ എന്നത് വാസ്തവം. 2021 സർവകലാശാല ട്രിബ്യൂണൽ നിയമനം സംബന്ധിച്ച നിയമ ഭേദഗതി ബില്ലുകളാണ് 2 എണ്ണം. സർവകലാശാലകളുടെ ട്രിബ്യൂണലിനെ ഹൈക്കോടതിയുമായി ആലോചിച്ച് തീരുമാനിക്കണമെന്ന വ്യവസ്ഥ മാറ്റി സർക്കാരിന് നേരിട്ട് നിയമിക്കുന്നതിന് അധികാരം കൊടുക്കുന്ന ഭേദഗതിയാണത്. ജുഡീഷ്യറിയെ മറികടക്കാനാണ് ഈ ഭേദഗതി എന്നാണ് ഗവർണർ രാഷ്ട്രപതിക്ക് കൊടുത്തിട്ടുള്ള തടസ്സവാദം. കേരളമാകെ അസ്വസ്ഥത പ്രകടിപ്പിച്ച ലോകായുക്ത ഭേദഗതി ബില്ലാണ് അടുത്തത്. ലോകായുക്തയെ വെറും സർക്കാർ സ്ഥാപനമാക്കുന്ന ഭേദഗതി നിയമമാണിതെന്ന് ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നു. ലോകായുക്തയുടെ തീരുമാനം മുഖ്യമന്ത്രിയെക്കുറിച്ചെങ്കിൽ നിയമസഭയ്ക്ക് അയക്കും, മന്ത്രിയെക്കുറിച്ചെങ്കിൽ മുഖ്യമന്ത്രിക്കും, MLA കുറിച്ചാണെങ്കിൽ സ്പീക്കർക്കും അവസാന തീരുമാനമെടുക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന നിയമമാണിത്. ഇത് നിലവിൽ വന്നാൽ ഒരു മുഖ്യമന്ത്രിക്കും ലോകായുക്തയുടെ കണ്ടെത്തലുകളുടെ പേരിൽ രാജിവെക്കേണ്ടി വരില്ല. മുഖ്യമന്ത്രിക്ക് പ്രീതിയുള്ള ഒരു മന്ത്രിക്കും രാജിവെക്കേണ്ടി വരില്ല. എന്നാൽ പ്രതിപക്ഷ MLA മാർക്ക് രാജിവെക്കേണ്ടി വരാം. ഈ നിയമത്തെക്കുറിച്ച് ജുഡീഷ്യറിയുടെ തീരുമാനത്തിന്മേൽ തീർപ്പ് കൽപ്പിക്കുവാനുള്ള അധികാരം നിയമസഭയ്ക്ക് നൽകുന്നത് നിയമവ്യവസ്ഥയുടെ സത്തയ്ക്ക് നിരക്കാത്തതാണ് എന്നതാണ് ഗവർണറുടെ വാദം. ഗവർണറുടെ അധികാരം കവരുന്ന സർവകലാശാല ഭേദഗതി ബില്ലുകളാണ് 2 എണ്ണം. അവയിലൂടെ ഗവർണറെ ചാൻസലർ സ്ഥാനത്തു നിന്നും നീക്കുകയും പൊതുമണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ ചാൻസലറായി നിയമിക്കുകയുമാണ് വ്യവസ്ഥ. സർവകലാശാലയുടെ ചെലവിലുള്ള ചാൻസലർക്ക് നിഷ്പക്ഷനാകാനാവുമോ? ചാൻസലറെ സർക്കാർ നിയമിക്കുന്നത്
സ്വയം ഭരണാവകാശത്തെ ബാധിക്കും. ഗവർണറാണ് ചാൻസലറായി വേണ്ടത് എന്ന് കാണിച്ച് മുഖ്യമന്ത്രി തനിക്ക് കത്ത് തന്നിട്ടുണ്ടെന്നും ചാൻസലറുടെ ചെലവ് വിവരം ബില്ലിലില്ലെന്നും ഗവർണർ രാഷ്ട്രപതിയെ ചൂണ്ടിക്കാണിക്കുന്നു. വൈസ് ചാൻസലറെ കണ്ടെത്തുന്നതിനുള്ള സർവകലാശാല സെർച്ച് കമ്മിറ്റി വിപുലീകരണ ബില്ലാണ് ഒന്ന്. സെർച്ച് കമ്മിറ്റിയിൽ സർക്കാരിന് മേൽക്കൈ നൽകുന്ന ചാൻസലറുടെ പങ്കാളിത്തം ഇല്ലാതാക്കുന്ന ബില്ലാണത്. ഇതിലൂടെ സെർച്ച് കമ്മിറ്റിക്ക് ചാൻസലറുടെയും UGCയുടെയും നിർദ്ദേശം മറികടക്കാനാവുന്നു. ഭൂരിപക്ഷ തീരുമാനമനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ മാത്രം താൽപര്യത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നു, ഗവർണർ ചൂണ്ടിക്കാണിച്ചു. ഏഴാമത്തേത് സഹകരണ നിയമ ഭേദഗതി ബില്ലാണ്. സർക്കാർ നിയമിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വോട്ടവകാശം നൽകുന്ന ബില്ലാണിത്. സഹകരണ ബില്ല് ജനാധിപത്യത്തിന്റെ അന്തസ്സത്തയ്ക്ക് എതിരാണ്. ഡൽഹി മേയർ തെരഞ്ഞെടുപ്പിൽ നോമിനേറ്റഡ് അംഗങ്ങൾക്ക് വോട്ടവകാശം ഇല്ലെന്ന് കോടതി വിധിച്ചിട്ടുണ്ട്. ബില്ലിനെതിരെ അദ്ദേഹം രാഷ്ട്രപതിക്ക് അയച്ച കത്തിൽ പറയുന്നു. ഗവർണറുടെ ഈ നടപടി വന്നതോടെ സുപ്രീം കോടതിയിലെ കേസ് അപ്രസക്തമായി. എങ്കിലും നിയമസഭ പാസാക്കുന്ന ഒരു ബില്ല് ഗവർണർക്ക് എത്ര കാലം ഇങ്ങനെ പിടിച്ചുവെക്കാം എന്ന ചോദ്യം വളരെ പ്രസക്തമായി ഉയരുന്നു. ഭരണഘടനയിൽ പ്രത്യേക സമയപരിധി പറയാത്തതുകൊണ്ട് ഗവർണർക്ക് കൽപ്പാന്ത കാലത്തോളം ബില്ലുകൾ പിടിച്ചുവെക്കുവാൻ സാധിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിന് നിരക്കാത്തതാണ്. ഏതായാലും ഈ വിഷയത്തിൽ ഒരു വിധി ഉണ്ടാക്കുവാൻ കേരളത്തിന്റെ സുപ്രീം കോടതിയിലെ ഹർജി നിമിത്തമാവുകയാണ്. 2 വർഷമായി ഗവർണർ എന്തെടുക്കുകയായിരുന്നു? കേരള നിയമസഭ പാസാക്കിയ ബില്ലിൽ തീരുമാനം എടുക്കാതെ 2 വർഷം വെച്ച് സൂക്ഷിച്ചതിനെ കുറിച്ച് സുപ്രീം കോടതി ചോദിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് പൊതുജീവിതത്തിലെ സംശുദ്ധിയെക്കുറിച്ചും ലാളിത്യത്തെക്കുറിച്ചുമെല്ലാം ഏറെ സംസാരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാനോട് സുപ്രീം കോടതി ഈ ചോദ്യം ഉന്നയിച്ചത്. അദ്ദേഹം തിരക്കിട്ട യാത്രകളിലായിരുന്നു. ഗവർണർമാർ മാസത്തിൽ 25 ദിവസം സംസ്ഥാനത്ത് ഉണ്ടായിരിക്കണം എന്നാണ് വ്യവസ്ഥ. എന്നാൽ 2022 നവംബറിൽ 20 ദിവസമാണ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നത്. 143 ദിവസം യാത്രയിലായിരുന്നു. നികുതിദായകന്റെ 11.63 ലക്ഷം രൂപ ചെലവാക്കി. 2021 അത് 5.34 ലക്ഷമായിരുന്നു. അദ്ദേഹം 82 ദിവസം കേരളത്തിന് പുറത്തായിരുന്നു. രാഷ്ട്രപതി ഭവൻ തന്നെയാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത്. 2022 മാർച്ചിൽ 19 ദിവസവും ജൂണിലും ഓഗസ്റ്റിലും 17 ദിവസം വെച്ചും പുറത്തായിരുന്നു. 4 വർഷം കൊണ്ട് യാത്രാകൂലി ഇനത്തിൽ തന്നെ 45.55 ലക്ഷം രൂപ കൈപ്പറ്റി. ഗവർണർക്ക് ഒപ്പമുള്ളവർക്ക് വേണ്ടി ചെലവാക്കിയത് 1 കോടി രൂപയും. മറ്റ് സംസ്ഥാനങ്ങൾ തന്നെ പ്രസംഗത്തിനും മറ്റും വിളിക്കുന്നത് കൊണ്ട് യാത്ര ചെയ്യാതെ പറ്റില്ലെന്ന് ഗവർണർ വ്യക്തമാക്കി. രാജ്ഭവന്റെ ചിലവ് കാശ് കൂട്ടണം എന്ന് ആവശ്യപ്പെട്ട് ഗവർണർ സർക്കാരിന് കത്ത് നൽകിയിരിക്കുകയാണ്. ചില വിഭാഗങ്ങളിൽ 36 ഇരട്ടി വരെ വർധനയാണ് രാജ്ഭവൻ ആവശ്യപ്പെടുന്നത്. അതിഥി സൽക്കാരം, യാത്ര, വിനോദം, ഓഫീസ് ചെലവുകൾ, ഓഫീസ് ഉപകരണങ്ങൾ തുടങ്ങിയവയ്ക്കായി 2